ഹായ് എവരിവൺ, നമസ്കാരം. സരിത ഗോപിനാഥിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വിചാരിക്കണു ഒന്ന് വീഡിയോ എടുക്കണം, ഒന്ന് സംസാരിക്കണം നിങ്ങളോടൊക്കെ. പക്ഷേ ഓരോ തിരക്കുകളും ഓരോ കാര്യം കാരണം നീണ്ടു പോയി. ചില ദിവസങ്ങളിൽ എനിക്കൊരു മടി വരും, അങ്ങനെ എന്നാൽ നാളെ ആവാം, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആവാം, അങ്ങനെ നീണ്ടുപോയി. ഇപ്പോൾ പെട്ടെന്ന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന്. വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഈ പത്രങ്ങളും ടി വിയും ഫേസ്ബുക്കൊക്കെ തുറന്നാൽ എന്താ കാണണേ അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ മാസേ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലല്ലല്ലോ, വേറെ സ്ഥലത്തല്ലേ എന്ന്. എന്താണെന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോണേ. കഴിഞ്ഞ മാസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഞങ്ങളുടെ സ്ഥലത്ത്, ഞാൻ കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്ഥലം, തൊട്ടടുത്ത് അഴീക്കോട് നിന്ന് ഒരു ഉമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പ്രായമുള്ളൊരു സ്ത്രീ. കാരണം അവരുടെ മകൻ 10-25 വയസ്സുണ്ട്. ആ ഉമ്മയെ മകൻ വെട്ടി. അച്ഛനാണ് പാവം, ഭർത്താവാണ് കൊണ്ടുവന്നേക്കണത്, കൂടെ അയൽവക്കക്കാർ 2 പേരുണ്ട്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ അങ്ങനെ ബഹളം കേട്ടപ്പോൾ ഞാനങ്ങനെ പോയി നോക്കാറില്ല. അങ്ങനെ വല്ലാത്ത ബഹളമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. മീൻസ് വെറുതെ മനസ്സ് നമ്മുടെ വിഷമിക്കണ്ടല്ലോ. എനിക്ക് മനസ്സിലായി എന്തോ അത്യാഹിതം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ റിസപ്ഷനിൽ തന്നെ ഇരുന്നു, എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു, അയാളുടെ മേൽ മുഴുവൻ ബ്ലഡായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ, ആക്സിഡൻ്റ് ആണോ? അപ്പോൾ എന്നോട് ആ അച്ഛൻ പറഞ്ഞത്, എൻ്റെ ഭാര്യയെ എൻ്റെ മകൻ വെട്ടി, അതായത് അവൻ്റെ ഉമ്മയെ കഞ്ചാവ് കഴിച്ചിട്ടുണ്ടേ. മുമ്പ് എന്നെ ആക്രമിച്ചിട്ടുണ്ട്, ഇപ്പോൾ അവളെ ആക്രമിച്ചു. ആ സമയം നമുക്ക് പേന പോലും എടുക്കാണ്ട് തരിച്ചിരുന്നു പോയി ഞാൻ. അല്ലേ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെയാണ് വളർത്തണേ. പിന്നെ പേരും അഡ്രസ്സൊക്കെ എഴുതി. അങ്ങനെ അബ്നോർമലായിരുന്നു അങ്ങേരുടെ മൈൻഡ്, അങ്ങേരുടെ സൈഡിലിരിക്കുകയായിരുന്നു. ഞാൻ കാഷ്വാലിറ്റി ചെന്നു നോക്കിയപ്പോൾ നമുക്കൊരു ജീവിയെ വെട്ടാൻ പറ്റില്ല. അങ്ങനെ അത്രയും മാരകമായിട്ടാണ് ആ സ്ത്രീയുടെ കഴുത്തും കൈയൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്, ബോധമുണ്ട് അവർക്ക്. പക്ഷേ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുന്നുണ്ടായിരുന്നില്ല. കണ്ണിൽ നിസ്സംഗഭാവമാണ്. കാരണം അവരുടെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ എത്രയോ ഉപരിയായിരിക്കണം അവരുടെ മനസ്സിൻ്റെ വേദന. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അവരെ നമ്മൾ പറഞ്ഞയച്ചു. നമ്മുടെ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റുന്ന കേസല്ല. അങ്ങനെ തന്നെ അവരെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി, അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. രക്ഷപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അന്ന് ഞാൻ വിചാരിച്ചു വീടെടുക്കാം, പിന്നെ വിചാരിച്ചു വേണ്ട, എന്തിനാ അത്, ഒരു വിഷമമുള്ള കാര്യമല്ലേ. പക്ഷേ അതിന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കൂട്ടക്കൊലപാതകം. ആരെയൊക്കെ? സഹോദരനെ, ബന്ധുക്കളെ, വേണ്ടപ്പെട്ടവരെ പിടിക്കേണ്ട കരം കൊണ്ട് തന്നെ തൊഴിക്കുകയാണ് മക്കൾ അല്ലേ. വാർദ്ധക്യത്തിൽ നമ്മളെ ഒരു കൈ തരേണ്ട മക്കളാണ് ഈ തൊഴിക്കണത്. അപ്പോൾ നമ്മുടെ മക്കളെ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ നമ്മൾ വളർത്തണം. കുട്ടിക്കാലത്ത് തുടങ്ങി നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അവർക്കത് വാങ്ങിച്ചു കൊടുക്കണ്ട. ഇല്ല, അച്ഛനും അമ്മയ്ക്കും അതിനുള്ള കഴിവില്ല. പക്ഷേ ഇപ്പം എങ്ങനെയാണ്, നമുക്ക് എന്തില്ലെങ്കിലും അത് നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കണം. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം ഗവൺമെൻറ് സ്കൂളുണ്ടെങ്കിൽ പോലും നമ്മൾ കൊണ്ടുപോയി ഫീസ് കൊണ്ട് ചേർക്കും. ഏറ്റവും നല്ല നല്ല കോളേജുകൾ, മാനേജ്മെൻറ്റ് സീറ്റ്. നമ്മുടെ കാലത്ത് പഠിച്ച കുട്ടികൾക്ക് സീറ്റ് കിട്ടുള്ളൂ. അങ്ങനെ മാനേജ്മെൻറ്റ് സീറ്റൊക്കെ വളരെ അപൂർവമായിരുന്നു. പഠിച്ച് മാർക്കുണ്ടോ അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ മാർക്കില്ലെങ്കിലും ഒരുപാട് ഉന്നതന്മാരായ മക്കൾ വരുന്നുണ്ട് ഓരോ സ്ഥലത്തും പഠിക്കാൻ. അവർ കാശെടുത്ത് വീശിയെറിയുന്ന മക്കളായിരിക്കും. അറിയാണ്ട് നമ്മുടെ മക്കളും ആ പ്രലോഭനങ്ങളിൽ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ, പുന്നാരൊക്കെ ആയിക്കോട്ടെ, എന്നാലും ശിക്ഷിച്ച് തന്നെ വളർത്തുക. നോ പറയേണ്ടത് നോ പറയുക. ഒരിക്കലും പറ്റാത്ത വാഗ്ദാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകാണ്ടിരിക്കുക. കാരണം ഇപ്പം എന്താ, 18 വയസ്സിന് ലൈസൻസ് കിട്ടിയ ഒരു വണ്ടി അങ്ങോട്ട് എടുത്തു കൊടുത്തു. അമ്മയ്ക്കും അച്ഛനും പൈസ ഇല്ലെങ്കിലും ലോൺ അല്ലേ, EMI ലോൺ വഴി ആ ഒരു വണ്ടി എടുത്തു കൊടുത്തു. പിന്നെ അവൻ്റെ പോക്ക് ആ വണ്ടിയിലാണ്, അവൻ്റെ ആയാലും അവളുടെ ആയാലും. വേണ്ടാന്ന് ബസ് കയറി ബുദ്ധിമുട്ടി പോട്ടെ. ഒരുപാട് സുഖങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മുടെ മക്കളെ വേണ്ടാത്തതൊക്കെ പോകുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇതുവരെ വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു വണ്ടിയുണ്ട്, സ്കൂട്ടർ, അതിൽ പോയാൽ മതി. അഥവാ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് നിർബന്ധിച്ചെങ്കിലും പിന്നെ എൻ്റെ അടുത്ത് അത് വില പോയിട്ടില്ല. പറ്റില്ല എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജോലി എടുത്ത് പ്രാപ്തിയാകുമ്പോൾ അവർ വാങ്ങിച്ചോട്ടെ, അവർക്ക് വേണ്ടത്. വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. വല്ലാത്ത സൗകര്യങ്ങൾ നമ്മൾ ആർക്കും ചെയ്ത് കൊടുക്കണ്ട, നമ്മുടെ മക്കൾക്കായാലും. പിന്നെ നമ്മൾ ഓരോരോ വാഗ്ദാനങ്ങൾ നൽകി വളർത്തുമ്പോൾ അവരത് പ്രതീക്ഷിക്കും. ഇനി അടുത്തത് എനിക്ക് കാറ് വാങ്ങിച്ചു തരും,
എനിക്ക് പൈസ അമ്മ അച്ഛൻ തരും. അതൊരു വിശ്വാസമാണ് ആ കുട്ടികൾക്ക്. അപ്പോഴാണ് എന്തിലും പോയി പൈസ കൊടുത്തായാലും അസുഖങ്ങളിലേക്ക് പോയി ചാടുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അറിയിച്ചൊക്കെ തലമുറകൾ വളരട്ടെ. നമ്മളെ അങ്ങനെയല്ലേ വളർത്തിയത് നമ്മുടെ അമ്മയച്ഛനും. നമ്മുടെ അമ്മ എനിക്കൊക്കെ എൻ്റെ അച്ഛൻ എനിക്കെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അച്ഛൻ്റെ കഴിവിനേക്കാൾ ഉപരി. എന്നാലും എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ പറയുമ്പോൾ എന്തിന് ഓവർ ആയിട്ട് നമ്മൾ 2-3 ഡ്രസ്സ് വരെ പറയുമ്പോൾ വേണ്ട മക്കളെ, ആവശ്യത്തിനുണ്ട് അത് മതി. അങ്ങനെയാണ് നമ്മളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവരോട് നമുക്കറിയാം നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലായ്മകളും വല്ലായ്മകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം അവരെത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത്. അതുകൊണ്ട് നമുക്ക് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊരു വിചാരം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ മക്കൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ബുദ്ധിമുട്ടിയാണ് അവരെ വളർത്തുന്നവർ അറിയുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കുറേ ലോൺ കൊടുത്ത് കടം വാങ്ങിച്ച് കുറേ പഠിക്കാൻ വിദേശത്തേക്ക് അയച്ചു 10-30 ലക്ഷം 40 ലക്ഷം കടം വാങ്ങിച്ച് നമ്മൾ എല്ലാ പ്രാരാബ്ധവും തീർത്ത് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴായിരിക്കും വിദേശ പഠനം ആധാരം പണയം വെച്ചു വിട്ടു. എന്നിട്ട് അതെടുക്കണമെങ്കിൽ കുറേ പോണതിൽ ഒരു 90 പോകണമെങ്കിൽ 20% മാത്രമേ രക്ഷപ്പെടണുള്ളൂ. ബാക്കി കിടന്ന് വലിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കഴിവനുസരിച്ച് മാത്രം മക്കളെ വളർത്തുക. ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കുക, നോ പറയുന്നത് നോ പറയുക. എവിടെ പോകുമ്പോഴും ഒരു കണ്ണ് നമ്മുടെ മക്കളുടെ മീതെ ഉണ്ടാവട്ടെ. പിന്നെ കുറേ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം പോണു. കുറേ ആകുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ബോറടിക്കും. ഞാൻ പിന്നെയും മുട്ടയടിച്ചു കൂട്ടാ. 3ാമത്തെ മുട്ടയാണ് കഴിഞ്ഞത്. അതോടെ എൻ്റെ വഴിപാട് കഴിഞ്ഞു. 3 വഴിപാടാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആറ്റുകാൽ പൊങ്കാല ആവാറായി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇന്നവിടെ ഭഗവതിയെ കൊടുങ്ങല്ലൂരമ്മയെ അവിടെ നടയിരുത്തുന്ന ദിവസമാണ്. ഇന്ന് തുടങ്ങി അതിൻ്റെ നൊയമ്പും ഒരിക്കലൊക്കെയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാനുള്ള പ്രാർത്ഥന ഇരിക്കുകയാണ്. എന്നാലും ഓരോരോ ന്യൂസുകൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം. എണ്ണിയാൽ പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഈ ബുദ്ധനെ കണ്ടോ? ഞങ്ങളെ കാശിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാ. ഇതിങ്ങനെ ഇരുന്ന് എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. എൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നിട്ട് വരാതിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കില്ല പണി. സോളാറാണ്. നന്നായിട്ടുണ്ടല്ലേ? അപ്പം ശരി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീണ്ടും കാണാം. നമസ്കാരം.